എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ആമസോൺ ഹാൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായി നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള വീഡിയോ എടുത്തിട്ടും അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ അങ്ങനെയുള്ളൊരു നല്ലൊരു ഹാൾ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല ചൂടായില്ലേ, നല്ല ചൂട് ക്ലൈമറ്റാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് തന്നെ നന്നായിട്ട് നിന്ന് വിയർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സമ്മർ സീസണിന് പറ്റിയിട്ടുള്ളൊരു ഹാൾ വീഡിയോ ആയിട്ട് തന്നെ വരാമെന്ന്. അപ്പോൾ അങ്ങനെയല്ല, സമ്മറിൽ ഏറ്റവും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ, അതേപോലെ തന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സസ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യാനും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുർത്ത സെറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പാൻറ് ടോപ്പ് വരുന്ന കുർത്ത സെറ്റ്സിലും അങ്ങനത്തെ. അപ്പോൾ അതിലുണ്ട് കോട്ടൺ കുർത്ത സെറ്റ്സ് ആണ്. നമ്മൾ ഇതുവരെ കാണിച്ച പോലെയല്ല, ഇത് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള കോട്ടൺ കുർത്ത സെറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കാരണം സാധാരണ നമ്മൾ പലതും പർച്ചേസ് ചെയ്യുമ്പോൾ തീരെ കട്ടിയില്ലാത്ത അങ്ങനത്തെ കേൾക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് കോട്ടൺ കുർത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വേണ്ട, അതൊരു ഒട്ടി നിൽക്കും, ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ട് നിൽക്കും എന്നൊക്കെ പറയാറുണ്ട്. കാരണം അതിൻ്റെ ക്ലോത്ത് ഒന്നും തീരെ കട്ടി ഉണ്ടാവില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിലുണ്ട് കോട്ടൺ കുർത്ത സെറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റ് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്രൗൺ കളറിലുള്ള കുർത്ത സെറ്റാണ്. പിന്നെ ഇത് കാണിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ സാധാരണ ഇത്രയും കാലം ഞാൻ മീഡിയം സൈസായിരുന്നു എടുത്തുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നി ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ മീഡിയം എടുത്താൽ ഭയങ്കര ടൈറ്റായി പോയാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത എനിക്ക് വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ ഇതിൽ ചില കുർത്ത സെറ്റ്സ് ഞാൻ ലാർജ് ആയിപ്പോയി ഓർഡർ ചെയ്തത്. ഇതൊക്കെ മീഡിയമാണ്, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എനിക്ക് പാകമാണ്, പാകത്തെ ലൂസിലും നിൽക്കുന്നുണ്ട്. പക്ഷെ ചിലത് ഞാൻ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ടൈറ്റായി എന്നാൽ ബോറായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയി അത് ലാർജ് ഓർഡർ ചെയ്തു. ലാർജ് ഓർഡർ ചെയ്തു എന്ന് മാത്രമല്ല, അതെനിക്ക് ഭയങ്കര വലിയ സൈസിലാണ് വന്നിട്ടുള്ളത്. അത് ഡ്രസ്സിൻ്റെ പ്രശ്നമല്ല, ഞാൻ ലാർജ് ഓർഡർ ചെയ്തുകൊണ്ടാണ്. ഒരു ആവശ്യമില്ലായിരുന്നു, മീഡിയം തന്നെ എടുത്താൽ മതിയായിരുന്നു. എനിക്കപ്പോൾ എന്തോ അങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ട് ഞാൻ ലാർജ് ഓർഡർ ചെയ്ത് പോയതാണ്. അപ്പോൾ അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക. കാരണം അത് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഭയങ്കര ലൂസിലാണ് നിൽക്കുന്നത്. ആ ടോപ്സ്, ആ കുർത്ത ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇതാണ്. കുറച്ച് സൗണ്ട് ഉണ്ടാവും കേട്ടോ, പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്, ആ ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇതാണ് ഫസ്റ്റ് വൺ. ഇതൊരു 2 പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കാണുന്ന പോലെ ഇങ്ങനെ സ്ട്രൈപ്സ് ആണ്, ഇവിടെ സിംഗിൾ കളേർഡാണ് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ എല്ലാ കുർത്ത സെറ്റ്സിനും ഞാൻ ഒരു സിംഗിൾ ബ്രാൻഡിൻ്റെ ആട്ടോ കാണിക്കുന്നത്. ഇവരുടെ എല്ലാ കുർത്ത സെറ്റ്സിനും പാൻറ്റിന് 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. അതും നല്ല നമ്മുടെ ഫോണൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല, നല്ല വൃത്തിയുള്ള പോക്കറ്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഫോണൊക്കെ അതിലിട്ടിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്കത് തോന്നിയിട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിളായിട്ടുള്ള കുർത്ത സെറ്റ്. അടുത്തൊരെണ്ണമാണ് ഈ ഒരു വൈൻ കളറിലുണ്ട് കുർത്ത. അപ്പോൾ ഇത് ഞാൻ മീഡിയം ആയിട്ട് എടുത്തിട്ടുള്ളത്, സൈസ് മീഡിയം ആണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, എനിക്ക് പാകത്തെ ലൂസിലും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ത്രെഡ് വർക്കൊന്നുമല്ല, പ്രിൻറ്റ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്ലീവിൽ പ്രിൻറ്റ് വന്നിട്ടില്ല. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ വൈൻ കളർ നല്ല ഭംഗിയുണ്ട് ഒരു കളറല്ലേ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണിത്. ഇതിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുണ്ടോ, നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ്. അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. മീഡിയം തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പാകത്തെ ലൂസിലാണ് നിൽക്കുന്നത്. സോ ഇതായിരുന്നു നെക്സ്റ്റ് വൺ. ഇതും നല്ല ഭംഗിയിട്ടിട്ട്, എസ്പെഷ്യലി കളറ് അടിപൊളിയാണ്. ഭയങ്കര സങ്കടം തോന്നിയത് ഈ ഒരു കുർത്ത സെറ്റിൻ്റെ കാര്യത്തിൽ. കാരണം ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പ്ലെയിൻ കളറിലുണ്ട്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. പീക്കോക്ക് ഷെയ്ഡ് ഇതിൻ്റെ ഇവിടെ കണ്ടോ, നെക്കിൽ സിമ്പിളായിട്ട് ത്രെഡ് വർക്ക്, അതേപോലെ തന്നെ സ്ലീവിലും. ഇത് ഞാൻ എടുത്തത് കണ്ടോ, ലാർജ് ആയതുകൊണ്ട് തന്നെ നല്ല ലൂസിലാണ്. പക്ഷെ ഇത് മീഡിയം ഞാൻ എടുത്തിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ നിന്നിരുന്നു. ഇതിപ്പോൾ ഇട്ടിട്ട് നല്ല ലൂസായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു ഭംഗി നമുക്കിത് കിട്ടണില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, പ്ലെയിൻ ആട്ടോ. ഇതൊരു പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ അല്ല, വേറൊരു ചെറിയൊരു ഗ്ലൈസിങ്ങുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലിൽ അതാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. പാൻറ്റും പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഷോളല്ല, ശരിക്കും ഇതിലേക്ക് കുറച്ചൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോൾ ഇട്ടാൽ അടിപൊളി ഡ്രസ്സായിരിക്കും. നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് ചെറിയ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇതിലേക്ക് നല്ലൊരു കിഡിലൻ ഷോൾ ഇട്ടാൽ അങ്ങനെയൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഞാനിപ്പോൾ കാണിക്കുന്ന സെറ്റ്സിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര സുഖമുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. ഇത് കോട്ടൺ തന്നെയാണ്, അതിൽ തന്നെ ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയമാണ്, ബട്ട് മീഡിയം തന്നെ ഒരുപാട് ലൂസായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക്. അപ്പോൾ നിങ്ങൾ
എനിക്ക് തോന്നുന്നു ഇത് മീഡിയം വേണ്ടിയില്ല, ചിലപ്പോൾ സ്മോളൊക്കെ മതിയാവും. പക്ഷേ ഈ ഒരു ടൈപ്പ് കുറച്ച് ലൂസിൽ കിടക്കുകയാണ് ഭംഗി. പക്ഷേ ഇതെനിക്ക് കുറച്ച് ഓവർ ലൂസിലാണ് കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ബട്ടൺ ഉണ്ട് കേട്ടോ, ഹാഫ് സ്ലീവ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ, ഇത് നല്ല സുഖം ഇടാൻ. ഇതെൻ്റെ പാൻറ്റാണ്, പാൻറ്റും സെയിം ഇതേപോലെ തന്നെ ടോട്ടൽ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലെ ലാസ്റ്റ് വണ്ണാണ് ഇതൊരു മജന്ത ഷെയ്ഡിലുള്ളൊരു കുർത്ത സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കിലുണ്ട്, ഞാൻ വീഡിയോയിൽ കാണില്ല, ബാക്കിൽ ഇങ്ങനെ നെക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കെട്ട് വരുന്ന ടൈപ്പ് നെക്കാണ് വന്നിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമില്ല, അത് ശ്രദ്ധിക്കാണ്ടാണ് ഞാൻ എടുത്തത്. ഏതായാലും ബാക്കിലായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കാണില്ല. പക്ഷെ എനിക്കിത് പുറത്തേക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തേക്ക് നമ്മളിത് ഇടുകയാണെങ്കിൽ ഉള്ളിൽ ഇന്നർ ഇടേണ്ടി വരും. ഇന്നർ ഇട്ട് പിന്നെ എതിരുമ്പോൾ നമുക്ക് വീണ്ടും ചൂട് കൊടുക്കൂലേ, അപ്പോൾ അതിലൊരു ലോജിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വലിയൊരു ഇതായിട്ടില്ല. പിന്നെ പ്രിൻ്റ് ആണെങ്കിലും ഒരു വലിയ ഭംഗി അങ്ങനെ കളറും എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ക്വാളിറ്റി വൈസ് നല്ലതാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു നെക്കിൻ്റെ ആ ഒരു കട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ ചിലർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടോട്ടലായിട്ട് 5 കുർത്ത സെറ്റ്സാണ് കാണിച്ചിട്ടുള്ളത്. ആമസോണിൽ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം, നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ, എന്താണ് അഭിപ്രായങ്ങളെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു.